ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിംഗ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ബോസ് എംപ്ലോയി പ്രണയമാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. അവൾ സൂയിസൈഡ് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. എന്താടാ ഡ്രാമയുടെ ആദ്യമേ ഹീറോയിൻ്റെ സൂയിസൈഡ് ആണോ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷെ അവിടെയാണ് നമ്മുടെ കഥയിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അവൾ വളരെ സങ്കടത്തോടെ ചാടാനായിട്ട് നിൽക്കുന്ന സമയം അവളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവൾ ഒരുപാട് സ്നേഹിച്ച ഒരു ചെക്കനുണ്ടായിരുന്നു അവളുടെ ലൈഫിൽ. അവന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അവൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഓരോ ജോലിയൊക്കെ ചെയ്ത് ഒരു വീടൊക്കെ മേടിച്ച് സ്വന്തം കാലിൽ നിന്നത്. അവൻ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് ലൈഫ് ഒന്ന് സെറ്റിലാക്കാന്നുള്ളൊരു ആഗ്രഹം അവൾക്ക് എന്നും ഉണ്ടായിരുന്നു. പക്ഷെ അവനെന്ന് പറഞ്ഞാൽ ഒരു ഫ്രോഡ് പയ്യനായിരുന്നു. ഹീറോയിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു പെൺകുട്ടിയുണ്ട്. അവളുമായിട്ട് രഹസ്യത്തിൽ അവൻ റിലേഷൻഷിപ്പിലായിരുന്നു. അവരുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഹീറോയിൻ്റെ കയ്യിലുള്ള ആ അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പറഞ്ഞ് പാവം നമ്മുടെ ഹീറോയിൻ്റെ പേരിലുള്ള ആ അപ്പാർട്ട്മെൻറ്റ് അവർ സ്വന്തമാക്കുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് മാത്രമായിരുന്നു. ഇപ്പോൾ അതും അവർ കൊണ്ടുപോയപ്പോൾ അവളുടെ ലൈഫിൽ അവൾ ഒന്നും അല്ലാതായിപ്പോയി. അതുകൊണ്ടായിരുന്നു ഇപ്പം അവൾ സൂയിസൈഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ചാടാനായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്ന് അവൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് കണ്ണ് തുറക്കുന്ന സമയത്ത് അവൾ അവിടെ ഓഫീസിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എനിക്കിതെന്തായി സംഭവിച്ചത്? ഞാൻ മരിച്ചു പോയതല്ലേ? പിന്നെ എങ്ങനെയാ ഞാൻ എൻ്റെ ഓഫീസിൽ വന്നത് എന്ന് പറഞ്ഞ് അവൾ ആകെ പകച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവളിപ്പോൾ ട്രാവൽ ചെയ്ത് ഇപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റൊക്കെ അവരെ എഴുതി മേടിക്കുന്നതിന് മുന്നേ ഉള്ള ദിവസത്തിലേക്ക് വരുവാണ്. അവൾക്ക് ശരിക്കും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ ഒന്നും മനസ്സിലാതിരിക്കുന്ന സമയത്ത് അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി വന്ന് പറയുന്നുണ്ട്, ഡി ഇന്നല്ലേ നിനക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം, എന്തിനാ നീ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, അങ്ങോട്ട് പോകാനായിട്ട് നോക്കുന്നു പറയുമ്പോൾ അവൾ അപ്പോഴും എനിക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ദിവസവും ഇതെന്തായി നടക്കുന്നത്? ഇന്ന് ഏതാ ദിവസം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളുടെ ഡേറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ അവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇന്നേ ദിവസമായിരുന്നു ഇവളുടെ ഫ്രോഡ് ലവറും ആ ബെസ്റ്റ് ഫ്രണ്ട് പെൺകുട്ടിയും കൂടെ ചേർന്ന് ഇവൾ അപ്പാർട്ട്മെൻറ്റ് തട്ടിയെടുക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ താമസിക്കുന്ന ആ ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ കയ്യോട് തൂക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇവിടെ രണ്ടുപേരും ബെഡ് ഷെയർ ചെയ്തുകൊണ്ട് കിടക്കുവാണ്. ആ സമയത്തും പാവം നമ്മുടെ ഹീറോയിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് അപ്പാർട്ട്മെൻറ്റ് നമുക്ക് സ്വന്തമാക്കണം, അത് നമ്മൾ വിൽക്കുവാണെങ്കിൽ ഒരുപാട് കാശ് നമുക്ക് കിട്ടും, പിന്നെ അവളൊരു മന്ദബുദ്ധി ആയതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് തട്ടിയെടുക്കാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അയ്യോ നീ എങ്ങനെ ഇവിടെ വന്നു? അത് വേറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ എന്തൊക്കെയോ പറഞ്ഞിട്ട് ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പം തന്നെ രണ്ടെണ്ണം ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവളുടെ ഈ വീടിൻ്റെ നമ്പർ ഈ ചെക്കനും അറിയായിരുന്നു. അപ്പോൾ ഇവളെന്തായാലും ഈ സമയത്ത് ഇവിടെ വീട്ടിലേക്ക് വരത്തില്ല എന്നുള്ളത് ഇവൻ അറിയായിരുന്നു. ആ സമയം നോക്കിയിട്ടായിരുന്നു ഇവളെയും കൂട്ടിയിട്ട് ഇവിടേക്ക് വരുന്നത്. അവളുടെ സ്വന്തം വീട്ടിൽ, അതായത് അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അവളത് സമ്മതിച്ചു കൊടുക്കത്തില്ലല്ലോ. അത് മാത്രമല്ല അവൾക്കത് സഹിക്കാനും പറ്റുന്നില്ല. ആ സമയം തന്നെ രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കുന്നുണ്ടായിരുന്നു. അവളുടെ ദേഷ്യം അവൾക്ക് അടക്കി പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവളുടെ കാലിൽ കിടന്ന ചെരുപ്പ് കൂടെ ഊരി അങ്ങ് എറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നേരെ പോയി വീഴുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഒരാളുടെ ദേഹത്തായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ആയിരുന്നു. അവനാണ് നമ്മുടെ കഥയിലെ നായകൻ. അവൻ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ എന്തോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തോ. പരിസരം മറന്ന് അവൻ അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവൻ്റെ ഒരു കസിൻ ഉണ്ട്. അവൻ കയറി വന്ന് ഇടാ നീ എന്തിനാ ഇങ്ങനെ അവളെ തന്നെ നോക്കി നിൽക്കുന്നത്, വാ ആദ്യം കയറി വാന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. നിനക്ക് ആ പെൺകുട്ടി ആരാന്ന് മനസ്സിലായോ? നമ്മളെ പുതിയൊരു കമ്പനിയിൽ നിന്ന് മേടിച്ചില്ലായിരുന്നോ? ആ കമ്പനി പോയിട്ട് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു പെൺകുട്ടി വരും, നമ്മളോട് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ സബ്മിറ്റ് ചെയ്യാനായിട്ട് വന്ന പെൺകുട്ടിയാണ് അത്. പക്ഷെ എന്തോ അവളിന്ന് നമ്മൾ കണ്ടില്ല. മേ ബി ചിലപ്പോൾ നാളെ കാണുമായിരിക്കും എന്ന് പറയുമ്പോൾ ഇവനെന്തോ അവളുടെ മുഖം മനസ്സിൽ പോകുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഹീറോയിൻ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ അവളുടെ മാനേജർ അവളെ ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് അറിയാമോ? ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഏറ്റെടുത്ത ഒരു ബോസ് ഉണ്ട്, അയാളും അയാളുടെ അസിസ്റ്റൻറ്റും എല്ലാവരും കൂടെ എത്ര സമയം എന്നറിയോ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഒന്നുമില്ലെങ്കിൽ നിനക്കത് അറിയിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞിട്ട് ഇനി നിനക്ക് എന്തായാലും ഇവിടെ ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണമെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കൊരു കോൾ വരുന്നുണ്ടായിരുന്നു. ആ ഫോണിൽ സംസാരിക്കുന്ന ആൾ പറയുന്നത് ഇപ്പോൾ ഹീറോയിൻ ഇവിടെ നിന്ന് പിരിച്ചു വിടരുതെന്നും അവളെ കമ്പനിയിൽ തന്നെ തുടരാനായിട്ട് പറയണമെന്നായിരുന്നു. ഉടനെ അയാൾ ശരി സാർ ഞാൻ അങ്ങനെ പറയുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനോട് അപ്പോൾ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഫോണിൽ വിളിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്തായാലും അതിനെക്കുറിച്ച് അധികം അങ്ങോട്ട് തിരക്കാനായിട്ട് പോകാണ്ട് അവളെ ഏൽപ്പിച്ച ആ പ്രോജക്റ്റിലെ എങ്ങനെയെങ്കിലും അത് സബ്മിറ്റ് ചെയ്യണം, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം സെറ്റാക്കിയിട്ട് ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഹീറോയുടെയും ഈ മാനേജറിൻ്റെ ഒക്കെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. ആ സമയത്തായിരുന്നു ഇവൾ അറിയുന്നത് കുറച്ച് മുന്നേ മാനേജറിനെ വിളിച്ച ആൾ ഹീറോയാണെന്നുള്ള കാര്യം. അവൾക്കാകെ ചമ്മലാവുന്നുണ്ടായിരുന്നു. അയ്യോ ഇന്നലെയല്ലേ ഇയാളുടെ ദേഹത്ത് ഞാൻ ചെരുപ്പെടുത്തെറിഞ്ഞത്, എന്നിട്ടും ഇയാൾ എങ്ങനെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? ശരിക്കും ഇയാൾ ആരായിരിക്കും എന്നൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ടിരുന്നിട്ട് എന്തായാലും അവൾക്ക് കിട്ടിയ അവസരം അവൾ നന്നായിട്ട് മുതലെടുത്ത് നല്ല രീതിയിൽ തന്നെ ആ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുന്നുണ്ടായിരുന്നു. അവർക്കതെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളോടൊരു കാര്യം പറയുന്നുണ്ട്,
നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ സാലറി തരാം, എൻ്റെ കമ്പനിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അവളതിന് ഡബിൾ ഓക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മാനേജർക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇപ്പോൾ ഈ കമ്പനി ഓടുന്നത് ഹീറോയുടെ സഹായത്താലാണ്. എന്തായാലും അവൾ എവിടെ ജോലി ചെയ്താലും അത് എന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് അവളോട് അവിടെ പോയി ജോയിൻ ചെയ്യാനും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളുടെ സ്കൂളിലെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർത്തിട്ട് എന്തോ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് അവളും അവിടെ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവളെ ചതിച്ച ആ ബെസ്റ്റ് ഫ്രണ്ട് പെൺകുട്ടിയില്ലേ അവളും ഉണ്ടായിരുന്നു. പക്ഷെ അവളാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ എങ്ങാണ്ടോ നമ്മുടെ ഹീറോയിൻ തട്ടിയെടുത്ത രീതിയിലായിരുന്നു എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴും സൈലൻ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിൻ ഇത്തവണ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. എഴുന്നേറ്റിട്ട് അവളെ ചെപ്പക്കൽ നോക്കി ഒരു അടിയും കൊടുത്തിട്ട് ഇനി മേൽ ഇമാതിരി വർത്താനം നീ പറയരുത്, നീ എന്നെ പറ്റിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ അതോടുകൂടെ തീർന്നു, അത്രയും നിലവാരമില്ലാത്തവളല്ല ഞാനെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഹീറോ അവിടെ വന്നിട്ട് ഹീറോയിൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അവളും തൻ്റെ ബോസ് വിളിക്കുമല്ലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ പോകുന്നുണ്ട്. പക്ഷെ അവളുടെ മനസ്സിലെന്താ വിചാരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ അയാളുടെ എംപ്ലോയി ആണല്ലോ ഞാൻ, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന് ഇവളുടെ വീടിൻ്റെ നമ്പർ അറിയായിരുന്നു. അവൻ ഓൾറെഡി ഈ വീടിനുള്ളിൽ ഇല്ലായിരുന്നു. അവൻ അവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരുടെ ആ വിൽപ്പത്രം ഇല്ലേ, അതായത് അപ്പാർട്ട്മെൻറ്റിൻ്റെ ആധാരം അത് മുഴുവനും തപ്പിയെടുക്കുമായിരുന്നു. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുന്നത്. നീ ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അത് ഞാൻ നിന്നെ കണ്ട് സംസാരിക്കാനാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയോ പറ്റിപ്പോയതാ, അല്ലാതെ എനിക്ക് അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നീ ഇത് വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ദയവ് നിർത്താമോ, നിൻ്റെ ഈ കെട്ടുകഥകൾ വിശ്വസിക്കാൻ മാത്രം ഞാൻ മന്ദബുദ്ധിയൊന്നുമല്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അനുവാദം ഇല്ലാതെ കയറാനോ എന്നോട് സംസാരിക്കാനോ നീ നോക്കരുതെന്ന് കൂടെ പറഞ്ഞിട്ട് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെയും അവൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്കുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൾ ഡോർ അങ്ങോട്ട് അടച്ചു കഴിയുമ്പോഴത്തേക്കും അവരുടെ സ്വഭാവം അങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നു. എടി നീ വലിയ വലിയവളായെന്ന് നീ വിചാരിക്കണ്ട, ഇവിടെ അങ്ങനെ നീ ഞാൻ ഒറ്റയ്ക്ക് താമസിപ്പിക്കത്തില്ല. എന്തായാലും ഈ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും കുറേ കഷ്ടപ്പെട്ടിട്ടുള്ളതാ, അതുകൊണ്ട് ഇത് ഞാൻ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിക്കും, നിന്നെ ഞാൻ തെരുവിൽ ഇറക്കുകയും ചെയ്യും. എന്തായാലും ഇത് രണ്ടിലൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് പോത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പുറത്ത് നമ്മുടെ ഹീറോ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനാകെ ഇറിറ്റേഷൻ ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സെക്യൂരിറ്റി വിളിച്ചിട്ട് ഇവൻ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സെക്യൂരിറ്റി വന്ന് ഇവനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ഹീറോയിനെ ഹെൽപ്പ് ചെയ്തത് ഹീറോ ആണെന്നുള്ളവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു താങ്ക്സ് പറയാമെന്ന് വിചാരിച്ച് നേരെ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ട് പോയിട്ട് ഡോർ തട്ടുന്നുണ്ട്. അവൻ ഇറങ്ങി വരുമ്പോൾ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അവനെ സെക്യൂരിറ്റി വിളിച്ച് പുറത്താക്കിയത് എന്തുകൊണ്ട് നന്നായെന്ന് പറയുമ്പോൾ ഓൾറെഡി അവൻ ഈ വീടിൻ്റെ നമ്പർ അറിയാലോ, അപ്പോൾ പിന്നെ ആ വീടിൻ്റെ പൂട്ടങ്ങ് മാറ്റുന്നതല്ലേ നല്ലത്. വേറെ ആളെങ്ങാനും കിട്ടാനായിട്ടില്ലെങ്കിൽ ഞാനൊരാളെ ഏർപ്പാടാക്കാമെന്ന് പറയുമ്പോൾ അവളതിന് ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം മുതലായിരുന്നു നമ്മുടെ ഹീറോയുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത്. അവൾ രാവിലെ റെഡിയായി ഇറങ്ങുമ്പോൾ അവൻ പറയുന്നുണ്ട്, നിനക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ ഒപ്പം വരാം, നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്കല്ലേ പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അയ്യോ ഞാനതിന് റെഡി ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് സാരമില്ല, ഞാൻ എത്ര സമയം വേണമെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആ കസിൻ ചെക്കനാണെങ്കിൽ എൻ്റെ ദൈവമേ ഒരു 2 മിനിറ്റ് പോലും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവനാ, ഇപ്പോൾ അവൾക്ക് വേണ്ടി ഇത്രയും സമയം വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ അന്തം വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ഹീറോയിൻ റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. കുറേ കഴിയുമ്പോഴത്തേക്കും ഹീറോയിൻ അടുത്ത ഒരാൾ വന്ന് പറയുന്നുണ്ട് ഹീറോയുടെ ക്യാബിനിലേക്ക് ചെല്ലാനായിട്ട് പറയേണ്ടെന്ന്. അങ്ങനെ അവൾ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഹീറോ ഈ കസിൻ പയ്യൻ്റെ തോളിൽ കൂടെ കൈയിട്ട് കുറച്ച് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും ഹീറോയിനകം വല്ലാണ്ട് അവനെ സംശയിക്കുന്നുണ്ടായിരുന്നു. അവൾ ഏത് രീതിയിലാണ് സംശയിച്ചെന്നുള്ളത് മനസ്സിലാക്കിയ ഹീറോ ഉടനെ ഈ കസിൻ പയ്യൻ്റെ അടുത്ത് വേറൊരു കാര്യം ചെയ്യാനായിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോയിനെ പിടിച്ചിരുത്തിയിട്ട്, ഞാൻ വിളിപ്പിച്ച വേറൊന്നുമല്ല, എൻ്റെ പരിചയത്തിൽ ഒരു വക്കീലുണ്ട്, നിനക്ക് ഈ ഒരു സാഹചര്യത്തിൽ അയാളുടെ സഹായം നന്നായിരിക്കും, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അയാളുടെ അക്കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഹീറോയിനാണെങ്കിൽ അവനെ നോക്കി വല്ലാത്ത രീതിയിൽ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഇവൻ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ട് ഇനി ഇവളെങ്ങാനും ഞാനൊരു ഗേ ആണെന്നെങ്ങാനും വിചാരിച്ചിട്ടുണ്ടാവോ എന്ന് വിചാരിച്ച് അവൾ പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പിടിച്ച് നിർത്തിയിട്ട് നീ എന്തിനാ എപ്പോഴും എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു ബന്ധവും ഇല്ലാത്തൊരു തമാശ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ആ വക്കീലിനെ നേരിട്ട് കണ്ട് ഇവൾ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഈ എക്സ് ലവർ ചെക്കനെ അവളെ വിളിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവളുടെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അതായത് ഈ അപ്പാർട്ട്മെൻറ്റ് മേടിക്കാനായിട്ട് ഉള്ള എല്ലാ കാശും ഞാൻ എൻ്റെ കഷ്ടപ്പാടിൽ കൊടുത്തതാണ്, അല്ലാതെ ഇവന് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യത്തിൽ. അതെല്ലാം കൊടുക്കുമ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട് ഈ അപ്പാർട്ട്മെൻറ്റ് ഇനി എത്ര കാലം കേസ് ബാധിച്ചിരുന്നാലും ഇവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾ ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ലാന്ന്. ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന സമയത്തും ഈ ഒരു പീറ വക്കീലിനെ കാണിച്ച് നീ എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, എന്തായാലും ഇതോടുകൂടെ ഞാൻ അടങ്ങാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ശേഷം അവൾ പിന്നെയും ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അടുത്ത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് പെങ്കുച്ചില്ലേ അവൾ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. നീ ആരാന്നാ നിൻ്റെ വിചാരം? ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു വലിയ രാജകുമാരി ആയിരുന്നായിരിക്കുമല്ലേ വിചാരിക്കുന്നത്? നീ അങ്ങനെയൊന്നും അല്ല കേട്ടോ, എൻ്റെ ലവറിനെ തട്ടിയെടുത്തെന്ന് പോരാ ഇപ്പം ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ബോസിനെ അങ്ങ് തട്ടിയെടുത്തു അല്ലേ, നാണം ഉണ്ടാടി നിനക്കൊക്കെ. ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല നിന്നെപ്പോലുള്ള പെൺകുട്ടികളെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കുറിച്ച് വളരെ മോശമായിട്ട് അവിടെയുള്ള എല്ലാവരും കേൾക്കെ പറയുന്നുണ്ടായിരുന്നു. അവസാനം ഇവിടും തർക്കിച്ച്
എന്തൊക്കെയോ അവളെയും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ സെക്യൂരിറ്റി വിളിച്ചിട്ട് ഈ പെൺകുട്ടിയെ പിടിച്ച് പുറത്താക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവളെ അവിടെ നിന്ന് വലിച്ചഴച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവളെ ഈ പുറത്താക്കിയത് ഹീറോ ആണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തോ തന്നെ വല്ലാണ്ട് അവൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഇവൾക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട്, എനിക്ക് അങ്ങനെ ബന്ധുക്കളെന്ന് പറയാനായിട്ട് ആരുമില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഫ്രണ്ട് എന്നെ ഇപ്പോൾ ചതിച്ചത്. എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങളിന്ന് നൈറ്റ് ഫ്രീ ആണോ? നമുക്ക് പുറത്ത് ഡിന്നർ കഴിക്കാനായിട്ട് പോയാലോ? ഇത് എൻ്റെ ഒരു ട്രീറ്റായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ, അതിനെന്താ, നമുക്ക് പോവാം. പക്ഷെ ഒരു കാര്യം, നീ കുക്ക് ചെയ്യുമോ? ആ, ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും, എനിക്കെല്ലാം ഉണ്ടാക്കാനായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത്? ഞാൻ ഇന്ന് വൈകിട്ട് നിൻ്റെ വീട്ടിലേക്ക് വരാം, നീ ഉണ്ടാക്കിത്താ, ഞാൻ കഴിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഇവളിങ്ങനെ പന്തം കണ്ട് പെരിച്ചാഴി നിൽക്കുന്ന പോലെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്, ഇവൾക്കൊന്നും അറിയത്തില്ലെന്ന്. അങ്ങനെ അവനും കൂടെ ചേർന്ന് നിന്നിട്ട് രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഫുഡ് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുപോലെ തന്നെ നിനക്ക് വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ ഒരുപാട് ഇഷ്ടമുള്ളത്? അങ്ങനെ ചോദിച്ചാൽ, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണല്ലോ, അതുകൊണ്ട് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ബോക്സിങ് പഠിക്കുന്നുണ്ട്. അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, അതിവിടെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഓക്കെ എന്ന് പറഞ്ഞ് അന്ന് നൈറ്റ് അവൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. വീട്ടിൽ പോയ ഉടനെ ആ കസിൻ ചെക്കനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നാളെ തന്നെ നീ ആ ബോക്സിന് പോയി ജോയിൻ ചെയ്യണം. പിന്നെ എന്തിനാ ഏതിനാന്നൊന്നും ഇങ്ങോട്ടൊന്നും ചോദിക്കാനായിട്ട് വരണ്ട, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ പറഞ്ഞതുപോലെ ഈ ചെക്കൻ രാവിലെ അവിടെ പോകുന്നുണ്ട്. പോകുമ്പോഴത്തേക്കും ഓൾറെഡി നമ്മുടെ ഹീറോയിനോട് പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ഈ ചെക്കൻ കാണുന്നത്. കണ്ടപാടെ അവളുടെ മെക്കിട്ട് കറങ്ങിട്ട് അവൻ പോകുന്നുണ്ട്. നിനക്ക് നാണോ ഇല്ലേടി? ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത്? എന്തിനു വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്ത് നടക്കുന്നത്? നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ സ്റ്റാറ്റസ് വേറെയാണ്, എൻ്റെ സ്റ്റാറ്റസ് വേറെയാണ്. എന്നെ കുറച്ച് കാണാൻ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പുറകെ നടന്നെന്ന് പറഞ്ഞ് എനിക്ക് ഒരിക്കലും നിന്നോടൊന്നും പ്രണയം തോന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വളവളാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ സാറ് വന്ന് പറയുന്നുണ്ട്, ഹീറോയിൻ്റെ പേര് വിളിച്ചിട്ട്, ഇത് എപ്പോൾ വന്നു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ അവന് കാര്യം പിടികിട്ടുന്നുണ്ട്, ഞാനാണ് ഇന്നിവിടെ ആദ്യമായിട്ട് വന്നതും ഹീറോയിൻ ഇവിടെ മുന്നേ വന്നതാണെന്നുള്ള കാര്യം. ആകെ നാണം കെട്ട് നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ തന്നെ അങ്ങോട്ട് പോയി ചോദിക്കുന്നുണ്ട്, എന്തായാലും വലിയ വായിൽ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, അപ്പോൾ നമുക്കൊന്ന് തമ്മിൽ ഏറ്റുമുട്ടിയാലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് അടി കൂടാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഒരൊറ്റ ഇടിയോടുകൂടെ അവൻ അവിടെ വീഴുന്നുമുണ്ട്. എന്നാലും നീ എന്നെ ഇങ്ങനെയൊന്നും അടിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്ന സമയത്ത്, സോറി കേട്ടോ, ഇപ്പം ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചത്, പുറത്തൊക്കെ അങ്ങനെയൊന്നും ഞാൻ പെരുമാറത്തേയില്ല, സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട് നടന്നു വരുന്ന സമയത്ത് ഹീറോ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇവനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്ന കൂട്ടത്തിൽ നിനക്കൊരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബോക്സിങ് ഗ്ലൗസ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് അവളെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് പിന്നെയും ആ എക്സ് ലവറിനെ ഇവൻ കാണുന്നുണ്ടായിരുന്നു. ഡി, ഞാൻ അന്ന് വക്കീലിനെ പറഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ട് എന്നെ പേടിപ്പിച്ച് വിട്ടിട്ട് ഞാൻ പിന്നെ വരത്തില്ലാന്ന് നീ വിചാരിച്ചോ? അങ്ങനെയൊന്നും നിന്റെ മനസമാധാനത്തോടുകൂടെ ഞാൻ നിന്നെ ജീവിക്കാനായിട്ട് അനുവദിക്കത്തില്ലടി. എനിക്ക് ആ വീട് കിട്ടിയേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. പിന്നെ ഇപ്പം നീ പിടിച്ച് വെച്ചേക്കുന്നില്ലേ ആ പണക്കാരനായിട്ടുള്ള ബോസ്, അവൻ്റെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഇതേ നോക്കിയേ, നിനക്ക് പിന്നെ നാണോ മാനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അവനൊക്കെ നിന്റെ ശരീരം മാത്രം കണ്ടുകൊണ്ടാണ് നിന്റെ കൂടെ നടക്കുന്നത്. അവൻ്റെ കയ്യിലുള്ള എത്രയോ പെണ്ണുങ്ങളിൽ ഒരാൾ മാത്രമാണ് നീ. അവൻ്റെ കാര്യം കഴിയുമ്പോഴത്തേക്കും നിന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ട് പോകും. അത് കാണാനാ ഞാൻ കാത്തിരിക്കുന്ന കൂടെ പറയുമ്പോഴത്തേക്കും ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവൾ അപ്പം തന്നെ അവൻ്റെ ചെകിട് നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട്. ഇവൻ അതേ ഫോഴ്സ് തന്നെ തിരിച്ചടിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവൻ്റെ കൈ വന്ന് നമ്മുടെ ഹീറോ തടയുന്നുണ്ടായിരുന്നു. എന്നിട്ടൊരു ഡയലോഗ് കൂടെ പറയുന്നുണ്ട്, മേളിൽ എൻ്റെ ആളുടെ ദേഹത്ത് തൊട്ടുപോരുന്നും കൂടെ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഹീറോയിനാകെ ഷോക്ക് ആകുന്നുണ്ടായിരുന്നു. ഇത് എപ്പോൾ തൊട്ടാണ് ഞാൻ നിൻ്റെ ആളായതെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ ഹീറോ അവളോട് ഇഷ്ടം തുറന്ന് പറയുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോഴായിരുന്നു ഈ കസിൻ പയ്യനും അറിയുന്നത് ഹീറോയ്ക്ക് അവളെ ഓൾറെഡി ഇഷ്ടമാണെന്നുള്ള കാര്യം. അവനത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എടാ, നിനക്ക് അറിയാവുന്നതല്ലേ നമ്മുടെ സ്റ്റാറ്റസും അവളുടെ സ്റ്റാറ്റസും, ഇതൊരിക്കലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് സമ്മതിച്ച് തരത്തില്ല, ഇതിപ്പോൾ വിളിച്ച് നിർത്തുന്നത് നല്ലത്, എനിക്കൊന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവനിതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അപ്പം തൊട്ട് വളരെ സിൻസിയറായിട്ട് തന്നെ ഹീറോയിനെ സ്നേഹിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോ ഒരു ബിസിനസ്മാനെ കണ്ട് എൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അവൾ അവിടേക്ക് പോകുമ്പോൾ അയാൾ എന്തോ മോശമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. നേരെ റൂമിലേക്ക് കയറ്റിയിട്ട്, നീ ഞാൻ പറയുന്ന രീതിയിലൊക്കെ എൻ്റെ ഒപ്പം നിൽക്കുവാണെങ്കിൽ ഈ പ്രോജക്റ്റ് ഞാൻ ഉടനെ തന്നെ സബ്മിറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറയുമ്പോൾ ഇവളാകെ വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഈ റൂമിൽ നിൽക്കുന്ന കുറച്ച് വീഡിയോസ് നമ്മുടെ ഹീറോയിൻ്റെ ഈ എക്സ് ലവർ ചെക്കൻ അവളെ ഫോളോ ചെയ്ത് പോയിട്ട് ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. എന്തോ ഹീറോയിൻ എങ്ങനെയോ അയാളുടെ കണ്ണ് വെട്ടിച്ച് നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നമുക്കിത് വേണ്ട. പിന്നൊരു കാര്യം, എന്നെ ദയവ് ചെയ്ത് അയാളോട് സംസാരിക്കാനായിട്ട് ഇനി പറഞ്ഞു വിടരുത്. അയാളെന്നോട് മോശമായിട്ടൊരു രീതിയിൽ പെരുമാറിയെന്ന് പറയുമ്പോൾ അതിനെ വിട്ടേക്ക്, ഞാൻ എന്താണെന്ന് വെച്ച് ചെയ്തോളാം. ഇനി എന്തായാലും നീ ഈ കാര്യമായിട്ട് അവിടേക്ക് പോകണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്
എക്സ് ലവർ പയ്യനെടുത്ത വീഡിയോസ് ഇല്ലേ, അത് ഹീറോയ്ക്ക് അയച്ചു കൊടുത്താൽ ചിലപ്പോൾ അവൻ വിശ്വസിക്കാതിരിക്കാം. എന്തായാലും അതുകൊണ്ട് തന്നെ അത് ആ കസിൻ ചെക്കൻ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവനത് നേരെ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട്, നീ ഇത് കണ്ടില്ലേ, ഇത്രയും മോശമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണോ നീ സ്നേഹിക്കുന്നത്, ഇത് വേണ്ടടാ, നമുക്ക് ശരിയാകത്തില്ല, നീ പറയുന്നത് കേൾക്ക്, വീട്ടുകാരൊക്കെ അറിഞ്ഞത് വലിയ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ, ഇത് നോക്കിയേ, ഇത് ഓൾറെഡി അവൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇനി അവളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ അതിനോട് തുറന്നു പറയും, ഇല്ലല്ലോ അല്ലേ? അപ്പോൾ പിന്നെ ആരെ സ്നേഹിക്കേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാന്ന് പറയണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഹീറോ ഇപ്പോൾ ഹീറോയിനെ സ്നേഹിക്കുന്നുള്ള കാര്യം കാറ്റിലിങ്ങനെ പറന്ന് അവൻ്റെ അമ്മ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അമ്മ അവളെ കാണാൻ വേണ്ടിയിട്ട് നേരെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. നോർമലി ഈ പണക്കാരായിട്ടുള്ള മകനെ പ്രണയിച്ചു കഴിഞ്ഞാൽ അമ്മ എന്തായിരിക്കും എന്ന് പറയുക, ഇനിമേൽ എൻ്റെ മകനെ കാണരുത്, സംസാരിക്കരുത്, ഇപ്പം തന്നെ ഈ കമ്പനിയിൽ നിന്ന് രാജിവെച്ച് പോകണം, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഈ അമ്മ എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മോളെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നീ അവനെ കുറച്ചുകൂടെ നന്നായിട്ട് സ്നേഹിക്കണം, അങ്ങനെ നീ സ്നേഹിക്കുവാണെങ്കിൽ ഞാൻ നിനക്ക് 20 മില്യൺ തരാമെന്ന് പറയണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഇവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. മോനാണെങ്കിൽ എന്നോടെന്തോ പ്രണയമാണെന്ന് പറയുന്നു, അമ്മയാണെങ്കിൽ അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കാശ് തരാമെന്ന് പറയുന്നു. അപ്പോൾ അവളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ചിലപ്പോൾ ഹീറോ ഒരു ഗേ ആയിരിക്കാം, അങ്ങനെ അവൻ ഗേ ആണെന്നുള്ള കാര്യം പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നോട് അവനെ സ്നേഹിക്കാനായിട്ട് പറയുന്നത്. അമ്മയുടെ ഐഡിയ എനിക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അവൾ മനസ്സിലാലോചിക്കുന്നുണ്ടായിരുന്നു. ഹീറോയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് ആ എക്സ് ലവറിൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹീറോ വെറുതെ പറയുവാണ് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അല്ലാതെ അവൻ ശരിക്കും ഗേ കപ്പിളാണ് എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു അവൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിനുശേഷം ഈ അമ്മ പറഞ്ഞതനുസരിച്ച് ഹീറോയിൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു, അതായത് സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ പുറത്തു പോകുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു, അങ്ങനെയൊക്കെ. പക്ഷേ ഇതൊന്നും അറിയാതെ പാവം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ എക്സ് ലവർ പയ്യനാണെങ്കിൽ നമ്മുടെ ഹീറോ ഒരു ഗേ കപ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെയും ആ കസിൻ ചെക്കൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ വൈറലായിട്ട് ഹീറോയ്ക്കെതിരെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് മീഡിയാസും ബിസിനസ്മാൻമാരും അങ്ങനെ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഈ കസിൻ ചെക്കനും ഹീറോയ്ക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, കാര്യം എന്താണെന്നുള്ളത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയും കൂടെ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസില്ലേ അതുകൂടെ ചേർത്ത് അവൾ അപ്ലോഡ് ചെയ്തിട്ട് പറയുന്നുണ്ട് തങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം. ഇതൊക്കെ ഇപ്പോഴായിരുന്നു ഈ കസിൻ ചെക്കൻ ഈ ഫോട്ടോസൊക്കെ കാണുന്നത്. അവനിത് കണ്ടിട്ട് ഇതൊക്കെ എപ്പോൾ എടുത്തു, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹീറോയിൻ അപ്പോഴായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങളാരും അറിഞ്ഞില്ല, ഹീറോയുടെ അമ്മ എന്നെ കാണാനായിട്ട് ഒരു ദിവസം ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവനെ സ്നേഹിക്കുവാണെങ്കിൽ അമ്മ എനിക്ക് 20 മില്യൺ തരാമെന്ന്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോകുന്നതും ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതും. എന്തായാലും അമ്മയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചത്, പക്ഷേ ഇപ്പോൾ അത് ഉപകാരപ്പെട്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. അവന് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴായിരുന്നു അവളും ഒരു കാര്യം അറിയുന്നത്, ഹീറോയും ഈ കസിൻ പയ്യനും ഗേ കപ്പിൾ അല്ല എന്നും ഹീറോ തന്നോട് പറഞ്ഞ ആ സ്നേഹം സത്യസന്ധമായിട്ടുള്ള സ്നേഹം തന്നെയാണെന്ന്. പക്ഷേ എന്തുകൊണ്ടോ ഹീറോയിന് ഇതൊക്കെ കേട്ടുമ്പോഴും അവനെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി തനിക്ക് ഇപ്പോഴായിരുന്നു ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ളത്. അതിനുള്ളിൽ ഹീറോയെ അങ്ങനെ സ്നേഹിക്കാമെന്ന് പറഞ്ഞാൽ അവൾക്കത് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ഇത്രയും നാളും അവനെ ചതിച്ചു തോർക്കുമ്പോൾ അവൾക്ക് നല്ല സങ്കടവും ഉണ്ടായിരുന്നു. താൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത പോലെ അവൾക്ക് എപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഓഫീസിലേക്ക് വരുമ്പോൾ അവൾക്ക് അവനോട് നേരിട്ട് കണ്ട് ഒന്നും സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ പ്രണയത്തിലാണെന്ന് അവൻ വിശ്വസിച്ചിരുന്ന ആ സമയത്തൊപ്പോഴും ഇവൾക്ക് വേണ്ടിയിട്ട് അവൻ അങ്ങനെയായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കുറച്ച് നാളത്തെ ആ ഒരു ബന്ധത്തിൽ പോലും അവൻ വളരെ സിൻസിയറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അവൾ ആലോചിക്കുമ്പോഴത്തേക്കും അവൾക്കെന്തോ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഒരു മെയിൽ മാത്രം അവൾ അയക്കുന്നുണ്ട്, ഞാൻ ചെയ്ത തെറ്റിന് നിൻ്റെ മുമ്പിൽ പോലും വരാനുള്ള അർഹത എനിക്കില്ല, പക്ഷേ സോറി, നീ എനിക്കിങ്ങനെ ഒരു ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയതാ. ഇനി ഇവിടെ ജോലി ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നല്ല, ഞാൻ അതിന് അർഹതപ്പെട്ടവളല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ രാജിക്കത്ത് ഇതിന് കൂടെ അയക്കാമെന്ന് കൂടെ പറഞ്ഞിട്ടായിരുന്നു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അവളൊന്ന് നേരിട്ട് കണ്ടൊന്ന് സംസാരിച്ചാൽ മാത്രം മതിയായിരുന്നു. അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൾ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ പോകുന്ന ആ വഴിയിൽ അവൻ ഓടി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എവിടെയൊക്കെ പോയിട്ട് അവളെ കാണാനില്ലായിരുന്നു. ഫോണിൽ വിളിച്ച് നോക്കുന്ന സമയത്ത് അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയം ഈ എക്സ് ലവർ ചെക്കൻ നേരെ ഹീറോയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ അവളെ ആയിരിക്കും അല്ലേ അന്വേഷിച്ച് നടക്കുന്നത്, കുറച്ച് അന്വേഷണം നടന്നോ, അവൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്, നിനക്കിനി അവളെ വേണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ 20 മില്യൺ അത് തരുവാണെങ്കിൽ ഞാൻ അവളെ നിനക്ക് വിട്ടുതരാം, ഇല്ല എന്നുണ്ടെങ്കിൽ അവളെ നീ ഡെഡ് ബോഡി ആയിട്ട് മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ചെക്കൻ പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഹീറോ പോകുന്നുണ്ടായിരുന്നു. അവിടെ പോകുമ്പോഴത്തേക്കും ഹീറോയിനെ ഈ പെങ്കൊച്ചും ഇവനും കൂടെ ചേർന്ന് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ വായൊക്കെ പൊത്തി കൈയൊക്കെ കെട്ടിയിട്ട് അവൾ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു, അടിയിടിയൊക്കെ കൊടുത്തിട്ട്. ഇതൊക്കെ കാണുമ്പോൾ ഹീറോയ്ക്കൊക്കെ സങ്കടം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പാവം പോലെ കാശ് തരാമെന്നൊക്കെ പറഞ്ഞ് ഈ ചെക്കൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനെ ഹീറോ പിടിച്ച് തറയിൽ കിടത്തി അടിയിടിയൊക്കെ കൊടുത്ത് സൂപ്പ് പരുവത്തിലാക്കുന്നുണ്ടായിരുന്നു.
അതിനുശേഷം ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. നേരെ കൊണ്ടുവരുന്നത് അവളുടെ വീട്ടിലേക്കായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവൾക്കെന്തോ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൻ ഇന്നുണ്ടായിരുന്നില്ലെങ്കിൽ തൻ്റെ അവസ്ഥ എന്താവുമെന്ന് ചിന്തിക്കുമ്പോൾ അവൾക്ക് പേടിയാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അവളുടെ ആ ഒരു അവസ്ഥയിൽ അവൻ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും നല്ല രീതിയിൽ മദ്യപിക്കുന്നുണ്ട്. അന്ന് രാത്രി ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവൾക്ക് ബോധം വന്ന് നോക്കുമ്പോൾ അവളുടെ വീട്ടിലെ ഹീറോയെ അവൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു നീ ഇന്നലെ ഇവിടെയാണോ സ്റ്റേ ചെയ്യാൻ ചോദിക്കുമ്പോൾ അവൾക്കൊന്നും ഓർമ്മയില്ല എന്നുള്ളത് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ അതെ, എന്തേ നിനക്ക് ഓർമ്മയില്ലേ? ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. നമ്മൾ തമ്മിൽ വേറെ എന്തെങ്കിലും നടന്നോ? പിന്നെ അതിനുള്ളിൽ നീ എല്ലാം മറന്നുപോയോ എന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോൾ അവൾ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പുറത്ത് ഡോറിൽ ആരോ തട്ടുന്ന ഒച്ച കേട്ട് ഹീറോ ഡോർ തുറക്കുമ്പോൾ അവൻ്റെ അമ്മയായിരുന്നു. അയ്യോ, ഞാൻ ഇപ്പോൾ വന്നത് തെറ്റായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഹീറോയിൻ വന്ന് ഇല്ല അകത്തേക്ക് കയറി വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ കയറി വരുമ്പോൾ മോളെ, എനിക്ക് അന്നൊരു തെറ്റ് പറ്റി പോയതാ. അന്ന് ഞാൻ വിചാരിച്ചു അവന് നിന്നോട് തോന്നുന്ന പ്രണയം വെറുതെ തോന്നുകയാണെന്ന്. പക്ഷേ നിന്നെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ ഇഷ്ടം കല്യാണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു നിനക്ക് കുറച്ച് കാശ് തരാം, നീ അവനെ തിരിച്ച് പ്രണയിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി. അവൻ നിന്നെ പൂർണ്ണ മനസ്സോടുകൂടെ തന്നെയാണ് സ്നേഹിക്കുന്നത്. മോൾക്കും അതുപോലെ അവനെ സ്നേഹിച്ചോടെന്ന് ചോദിക്കുമ്പോൾ അമ്മേ, എനിക്കതങ്ങനെ പെട്ടെന്നൊരു മറുപടി തരാനായിട്ട് പറ്റത്തില്ല. കുറച്ചുകൂടെ സമയം എനിക്ക് വേണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കാമെന്ന് പറയുമ്പോൾ അത് മതി മോളെ, ആലോചിച്ചെടുത്ത് സാവധാനം നീ അറിയിച്ചാൽ മാത്രം മതി. എനിക്ക് ഈ പേരും പ്രശസ്തിയും ഒന്നും വേണ്ട. എൻ്റെ മോൻ്റെ നല്ലൊരു ജീവിതം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മോളും അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു തീരുമാനം തന്നെ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എക്സ് ലവറിൻ്റെയും ഈ ഫ്രണ്ട് പെൺകുട്ടിയുടെയും പേരിൽ ഹീറോ എന്തൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇവർ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാർ ഇവർ നോക്കി നടക്കുന്നുണ്ട്. കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഹീറോയിൻ്റെ കാലിൽ വന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയത്, പ്ലീസ് ആ കേസ് പിൻവലിക്കാനായിട്ട് പറയുമ്പോൾ അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ തീരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഹീറോയുടെ കമ്പനിയിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. അത് മുഴുവനും തീർത്തതിന് ശേഷം അവൾ തിരികെ അവളുടെ കമ്പനിയിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവൾ ഹീറോയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനെ ഒന്ന് കാണാനും അവനോടൊന്ന് സംസാരിക്കാനും അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാൽ അവളുടെ മനസ്സ് പിറകോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് പെട്ടെന്നായ അത് ശരിയാവോ? അതും ഇത്രയും വലിയ പണക്കാരനായിട്ടുള്ള ഒരാളെ അയാൾക്ക് ശരിക്കും തന്നെ ഇഷ്ടമായിരിക്കുമോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ മാനേജർ വന്ന് ഇന്ന് ഈവനിങ് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിന് നിങ്ങൾ വരണം, ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ വരണമെന്ന് ബോസ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ഡ്രസ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ പറഞ്ഞ ആ സ്ഥലത്ത് ഇവിടെ ഈ സെയിം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പാർട്ടിക്ക് കൂടാനായിട്ട് വരുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ നമ്മുടെ ഹീറോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ട് അവൾ അങ്ങ് പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് തിരികെ എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. മനസ്സിൽ അവനോട് നല്ല രീതിയിലുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ അവളെ പിറകോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ അപ്പോഴും സ്ട്രോങ് ആയിട്ട് പറയത്തില്ല, നീ ഇല്ലാതെ ഞാൻ ഒരിക്കലും ജീവിക്കത്തില്ല, അത്രയേറെ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഐ ലവ് യു എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ അവൾക്ക് അവൻ്റെ മനസ്സിനെയും അവളുടെ മനസ്സിനെയും പിന്നെ വിഷമിപ്പിക്കാനായിട്ട് തോന്നിയില്ല. അങ്ങനെ അവളും ആ ഇഷ്ടം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നതോടുകൂടെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ ഈ ഡ്രാമ അവസാനിക്കുവാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റാ.